കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറ. സത്യസന്ധമായ അഭിപ്രായം പറയും. അമ്പാടി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്പാടി? എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ തന്നെ പറ. അപ്പൊ എങ്ങനെയുണ്ടാ സാധനം? എങ്ങനെയുണ്ട്? ഫില്ലിങ് മാത്രല്ല, മൊത്തം ചെറുപയർ തന്നെ. പരിപ്പുടക്ക് ഒരു കോമ്പറ്റീഷൻ ആവൂലേ? ഹായ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പയർ കൊണ്ട് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. പോവാ. വെള്ളം ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഇതൊരു 1/4 കിലോ പയറുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മണിക്കൂർ നല്ല പോലെ കുതിരാൻ വെക്കാം. നന്നായിട്ട് കുതിരട്ടെ. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞു. ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം പയർ. അതിന് പയർ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറേശ്ശെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ഒരു പച്ചമുളക്, 2 പച്ചമുളക് ഇട്ട് ജീരകം എടുത്ത് ഒരു നുള്ളു ജീരകം മതി കേട്ടോ. കുറച്ച് ജീരകം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് ആവശ്യത്തിനിടുക. വേണമെങ്കിൽ നമുക്ക് കുഴക്കുമ്പോൾ വറ്റിട്ട് കൊടുക്കാം നോക്കിയിട്ട്. ഓക്കെ, ഇതിന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാകണ്ട ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പയർ ചെറിയ ഇതിൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയും കൂടി ബാക്കിയും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് അത്രയും തന്നെ അരയേണ്ട, കുറച്ചുകൂടെ കുറച്ചരിഞ്ഞാൽ മതി കേട്ടോ.
ഏകദേശം ആയിട്ടുണ്ട്. ഈ പരുവത്തിന് മതി കേട്ടോ. അപ്പോൾ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ് കേട്ടോ. പിന്നെ സവാള അരിഞ്ഞത്. ഒരു നുള്ളു കായപ്പൊടി. കുറച്ച് അരിപ്പൊടി. ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 1 സ്പൂൺ. ഓക്കെ, അരിപ്പൊടി റെഡി. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യിക്കട്ടെ. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ നേരത്തെ വേണം. അപ്പോൾ അടുപ്പ് കത്തിക്കാനായിട്ട് ഏറ്റവും നല്ല വഴി നമ്മുടെ ഫിറോസിക്കേര ഐഡിയ തന്നെയാണ്. കർപ്പൂരം വെച്ചിട്ട് കത്തിക്കാം. തീപ്പെട്ടി എവിടെ? ഇനി നമുക്ക് വിറവ് വെച്ച് കൊടുക്കാം. വിറവൊക്കെ തട്ടി വിറവാണ് കേരളം പോയിട്ട് ഭഗവാനി. അപ്പം തീയൊക്കെ ഒരുവിധം പിടിച്ചു തുടങ്ങി. ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം എണ്ണ വേണം കേട്ടോ, കാരണം ഇത് മുങ്ങി കിടക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം എണ്ണ വേണം. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ചെറു തീയിൽ ഇതുപോലിട്ട് പതുക്കെ വേവിച്ചെടുക്കണം. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം മാത്രം മുരിഞ്ഞ് വരത്തേ ഉള്ളൂ, ഉള്ളു വേഗത്തില്ല. ചെറിയ തീയിൽ പതിയെ വേവിച്ചെടുക്കണം.
അപ്പോൾ സംഭവം റെഡിയാണ്. ഇനി അടുത്ത പരിപാടി ടേസ്റ്റ് നോക്കണം. രണ്ടും കൽപ്പിച്ച് കഴിച്ചു നോക്കുകയാണ്. മോനെ പരിപ്പൊടിയൊന്നും ഒന്നുമല്ല കേട്ടാ, അന്യായ സാധനം. പൊളി എന്ന് വെച്ചാൽ പൊളി, ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, സംഭവം പയറ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് നല്ല രസമുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ്. നല്ല അടിച്ച ഒരു ചായയും പയറ് വടയും. പരിപ്പുവടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആയിട്ടാ, അമ്മാതിരി ഐറ്റം, സൂപ്പർ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.